ദളപതിയുടെയും ലക്കി ഭാസ്കറിൻ്റെയും പുത്തൻ അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിലേക്ക് വരാം. അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദളപതി എന്ന് പറയുന്ന ചിത്രം ആ ഒരു കാലഘട്ടത്തിൽ വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ വിജയം കൈവരിച്ച മൂവിയാണ്. മമ്മൂക്കയും രജനികാന്തും തകർത്തഭിനയിച്ച സിനിമ 1991 ഈ ഒരു ചിത്രം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇതാ 34 വർഷങ്ങൾക്ക് ശേഷം രജനികാന്തിൻ്റെ ബർത്ത്ഡേ ദിവസമായ നാളെ ഡിസംബർ 12 വീണ്ടും ഈ ഒരു ചിത്രം റിലീസ് ചെയ്യുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ അനേകം ദിവസങ്ങൾക്ക് മുന്നേ തന്നെ വന്നതാണ്. തമിഴ്നാടിനോടൊപ്പം കേരളത്തിലും ഈ ഒരു ചിത്രം 4K വെർഷൻ റിലീസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ കാണാൻ ആരാധകർ കാത്തിരിക്കുകയാണ്. എത്രത്തോളം വിജയം കൈവരിക്കാൻ ഈ ഒരു സിനിമ കേരളത്തിലും തമിഴ്നാട്ടിലും സാധിക്കുമോ എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. DQന്റെ ലക്കി ഭാസ്കർ OTTയിൽ റിലീസ് ആയിട്ട് 2 ആഴ്ച പൂർത്തിയായിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ പുത്തൻ അപ്ഡേറ്റുകളാണ് നെറ്റ്ഫ്ലിക്സിന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരിക്കുന്നത്. ഭാസ്കർ തന്റെ ശക്തി എന്താണെന്ന് നെറ്റ്ഫ്ലിക്സിന് സെക്കൻഡ് വീക്കിലും കാട്ടിക്കൊടുത്തിരിക്കുന്നു. 2ാം ആഴ്ചയിൽ മാത്രം 6.6 മില്യൺ വ്യൂസ് ആണ് ഈ ഒരു ചിത്രത്തിന് നെറ്റ്ഫ്ലിക്സിൽ നിന്നും നേടിയെടുക്കാൻ സാധിച്ചത്. അങ്ങനെ 2 ആഴ്ച കൊണ്ട് 12 മില്യൻ്റെ അടുത്ത് കാഴ്ചക്കാരാണ് നെറ്റ്ഫ്ലിക്സിൽ മാത്രം ഈ ഒരു ചിത്രത്തിന് കിട്ടിയിരിക്കുന്നത്. 2ാം ആഴ്ചയിൽ 7 രാജ്യങ്ങളിൽ 1ാം സ്ഥാനത്തും പുത്തൻ റിലീസുകൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടും സെക്കൻഡ് റൗണ്ട് ട്രെൻഡിങ്ങിലാണ് ഈ ഒരു ചിത്രം ഇന്ത്യയിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ലക്കി ഭാസ്കർ തിയേറ്ററിൽ വലിയ വിജയമായി. അത് കൈപ്പറ്റിയ നെറ്റ്ഫ്ലിക്സിനും വലിയ ലാഭം നേടിക്കൊടുത്തു എന്ന് വേണം പറയാൻ. ഓക്കെ, ബൈ.